പാൽ പൊറോട്ടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. കണ്ണൂർ ഭാഗത്ത് പ്രത്യേകിച്ച് തലശ്ശേരി ഭാഗത്തൊക്കെ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു റൊട്ടിയാണ് ഈ പാൽ പൊറോട്ട. നമ്മുടെ പൊറോട്ടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്, ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല ലെയറുകളായിട്ട് തന്നെയാണ് ഇരിക്കുക. സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെയല്ല ഉണ്ടാക്കുന്നത്, പക്ഷേ എന്നാലും നല്ല ലെയറുകളായിട്ട് പൊറോട്ടയുടെ അതേ ടേസ്റ്റിൽ, പൊറോട്ടയേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. കാരണം നമ്മളിത് പാലിലാണ് മാവ് കുഴച്ചെടുക്കുന്നത്, വെള്ളത്തിലല്ല. അപ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് കൂടും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽ പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൽ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദയാണ്. അതായത് 250 മില്ലി അളവിലുള്ള കപ്പിൽ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ മൈദക്ക് പകരം ആട്ട വെച്ചിട്ടും ഇത് ചെയ്യാം. സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് മൈദ വെച്ചിട്ടാണ്, പക്ഷേ ആട്ട വെച്ചിട്ടും നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ മൈദയിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. വെള്ളത്തിന് പകരം ഇതിൽ പാലാണ് ചേർക്കുന്നത്. ഇളം ചൂടുള്ള പാലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത ഉടനെ തണുത്ത പാല് ചേർക്കണ്ട. ഇതിൽ ചേർത്തിരിക്കുന്ന പൊടിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും പാല് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അധികം ലൂസായിട്ടും അല്ല, എന്നാൽ വല്ലാണ്ട് കട്ടിയായിട്ടും അല്ല. ഒരു പാകത്തിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇത് ഞാനിവിടെ നല്ല സോഫ്റ്റായിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റെങ്കിലും ഇതുപോലെ കുഴച്ച് വെച്ചിരിക്കുന്നത് നല്ലതാണ്. സമയമില്ലെങ്കിൽ നമുക്ക് കുഴച്ച ഉടനെ ചുട്ടെടുക്കാം, പക്ഷേ സമയമുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് കുഴച്ച് വെച്ചതുകൊണ്ട് ഒന്നുകൂടി നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഇത് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നുകൂടി നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഇനി മാവ് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. പകുതിയാക്കിയിട്ട് എടുക്കാം. ആദ്യം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഈ മാവ് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടി ഉരുട്ടി നല്ല മയപ്പെടുത്തി എടുക്കുക. അതിനുശേഷം അല്പം പൊടി വിതറിയിട്ട് നമുക്കിത് നേരിയതായിട്ട് പരത്തിയെടുക്കാം. നമുക്ക് എത്രയും നേരിയതാക്കാൻ പറ്റുന്നോ അത്രയും നേരിയതാക്കിയിട്ട് നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കണം. മാവ് ഞാൻ വളരെ നേരിയതായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ യൂസ് ചെയ്യാം. ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ മാവൊന്ന് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെയ്യ് ചേർക്കുകയാണെങ്കിൽ നെയ്യിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റും കൂടി കിട്ടും. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ യൂസ് ചെയ്യാം. ഇനി നമുക്കിത് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ മടക്ക് ചപ്പാത്തിയൊക്കെ ചെയ്യുന്നത് പോലെ മടക്കി വെക്കുകയും ചെയ്യാം. ചെറിയ ചെറിയ മടക്കുകളാക്കിയിട്ടും എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചുരുട്ടിയെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഈ മാവ് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് 5 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതായത് 5 പാൽ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറിയ പാൽ പൊറോട്ട മതിയെങ്കിൽ കൂടുതലൊരു 7-8 എണ്ണമൊക്കെ ആയിട്ട് കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു പാകത്തിലെടുക്കാം. അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച മാവ് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ച പകുതി മാവും കൂടി ഇതേപോലെ പരത്തി നെയ്യൊക്കെ പുരട്ടി റോൾ ചെയ്തെടുക്കാം. അങ്ങനെ പാൽ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. 10 പാൽ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള 10 പീസാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നല്ല ലെയറുകളായിട്ടാണ് ഈ മാവ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് പരത്തിയെടുക്കാം. നമ്മൾ മടക്ക് ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു രീതിയിൽ സ്ക്വയറായിട്ട് പരത്താം, അതല്ലെങ്കിൽ റൗണ്ടായിട്ട് വേണമെങ്കിലും പരത്താം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാം. ഞാനിത് ആദ്യം പരത്തിയെടുക്കുന്നത് ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പരത്തുന്നത്. നമ്മുടെ ഒരു പാൽ പൊറോട്ട ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. മുഴുവൻ പാൽ പൊറോട്ടയും നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് റൗണ്ടായിട്ട് നമ്മുടെ സാധാരണ പൊറോട്ടയുടെ ഒരു ഷേപ്പിലും പരത്തിയെടുക്കാം. ഇതുപോലെ മാവൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം
റൗണ്ടാക്കി എടുത്തിട്ട് നമുക്ക് റൗണ്ടായിട്ടും ഇത് പരത്തിയെടുക്കാം. ഇതിങ്ങനെ റൗണ്ടായിട്ടാണ് പരത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പാൽ പൊറോട്ടയും റെഡി ആയിട്ടുണ്ട്. മുഴുവൻ പൊറോട്ടയും ഇതുപോലെ പരത്തിയെടുക്കാം. അതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. പാൽ പൊറോട്ട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ തവയാണ് വെച്ചിരിക്കുന്നത്. വലിയ തവയാകുമ്പോൾ നമുക്ക് 3-4 പൊറോട്ടയൊക്കെ ഒരുമിച്ച് ചുട്ടെടുക്കാം. അല്ലെങ്കിൽ ചെറിയ പാൻ വെച്ചിട്ട് ഓരോന്നായിട്ട് ചുട്ടാൽ മതി. അതാകുമ്പോൾ കുറേ ടൈം എടുക്കും. ചൂടായ തവയിലേക്ക് നമ്മൾ പരത്തി വെച്ച പൊറോട്ട വെച്ച് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ലോണം നെയ്യ് അല്ലെങ്കിൽ നല്ലോണം ഓയിൽ ഒഴിച്ചിട്ട് അതിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ വല്ലാണ്ട് എണ്ണ കുടിക്കും. അപ്പോൾ കൂടുതൽ നെയ്യ് അല്ലെങ്കിൽ എണ്ണയൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് അത് പറ്റില്ല. അപ്പോൾ ഞാൻ പൊതുവേ ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെന്തതിന് ശേഷം ലാസ്റ്റ് ഇതിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതുപോലെ നെയ്യോ എണ്ണയോ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടും ഇതെടുക്കാം. അതായത് നമ്മൾ പൂരിയൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെയും ചെയ്യാറുണ്ട്. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 4-5 പ്രാവശ്യമെങ്കിലും തിരിച്ചും മറിച്ചിട്ട് ഇത് നന്നായിട്ട് വേവിക്കണം. കാരണം നമ്മൾ ചപ്പാത്തിയേക്കാളും ഒരല്പം തിക്കായിട്ടാണ് ഇത് പരത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 4-5 പ്രാവശ്യമെങ്കിലും തിരിച്ചും മറിച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. 2-3 പ്രാവശ്യം തിരിച്ചിടുമ്പോഴേക്കും തന്നെ ഈ പൊറോട്ട നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നമുക്കിത് തിരിച്ചിട്ടിട്ട് മറ്റേ വശമൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ പൊറോട്ട ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. 3 പൊറോട്ടയുടെ മുകളിൽ ഞാൻ നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇത് നെയ്യില്ലാതെയും കഴിക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ അത് ഇഷ്ടമുള്ളവർക്ക് ഒന്നുകൂടി നല്ല രുചിയായിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ 3 പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പാൽ പൊറോട്ട റെഡി ആയിരിക്കുകയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഇതിനൊരു യെല്ലോ കളർ കിട്ടിയിരിക്കുന്നത് ഞാനിതിൽ നാടൻ മുട്ട യൂസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ പശു നെയ്യിൻ്റെ ഒരു ചെറിയ കളറും കൂടി ഉണ്ടാവും, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി പാൽ പൊറോട്ട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ നേരത്തെ പരത്തി വെച്ച മുഴുവൻ പൊറോട്ടയും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. ഇതിൽ നല്ല ലെയറുകളായിട്ടാണ് ഈ പൊറോട്ട ഇരിക്കുന്നത്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഉള്ളിലൊക്കെ നല്ല ലെയറുകളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ പൊറോട്ട അടിക്കുന്ന പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടും കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പാൽ പൊറോട്ട നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ പാൽ പൊറോട്ട ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെയും പിന്നെ അതേപോലെ വെജിറ്റബിൾ കുറുമ ഇതിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ്. ഞാനിന്നിത് ഉണ്ടാക്കിയിരിക്കുന്നത് മുട്ട റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. മുട്ട റോസ്റ്റും നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്